നമസ്കാരം, TCB ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകളിലെ നിയന്ത്രണങ്ങൾ നീക്കി 5 പ്രവൃത്തി ദിവസങ്ങളിലും ടെസ്റ്റുകൾ ഉയർത്താനും തീരുമാനം. ക്രമീകരണം 3 മാസത്തേക്ക്. തൃശൂരിലെ പ്രോട്ടീൻ പൗഡർ വിൽപ്പന കേന്ദ്രത്തിൽ ലഹരി കച്ചവടം പിടികൂടിയ കേസിൽ തുടർ നടപടികൾ കടുപ്പിച്ച് പോലീസ്. മുഖ്യപ്രതി വിഷ്ണു പ്രദീപിനെതിരെ പിറ്റ് ആക്ട് ചുമത്തും. ലഹരി കേസുകളിൽ സ്ഥിരമായി ജാമ്യത്തിലിറങ്ങി കച്ചവടം തുടരുന്നതാണ് വിഷ്ണുവിന്റെ രീതിയെന്ന് പോലീസ്. കാർഗിൽ യുദ്ധവിജയത്തിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിലും വിപുലമായ പരിപാടികൾ. അയ്യന്തോൾ അമർ ജവാൻ സ്ക്വയറിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. കുറ്റിപ്പുറത്ത് ബസ് ഡിവൈഡറിലിടിച്ച് തല കീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചു, 20 പേർക്ക് പരിക്ക്, 3 പേരുടെ നില ഗുരുതരം. അപകടത്തിൽപ്പെട്ടത് തൃശൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് ചായക്കട ഉടമയെയും വയോധികനെയും മർദ്ദിച്ച സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. പിടിയിലായത് മൂർക്കനാട് സ്വദേശി അച്ചു, കരുവന്നൂർ സ്വദേശി ഐവൻ ആന്റണി എന്നിവർ. എളനാട് ചേലക്കര മേഖലയിലെ കർഷകർക്ക് തിരിച്ചടിയായി മഴക്കുറവ്. ഓണവിപണിയിൽ പച്ചക്കറി വില ഉയരാൻ സാധ്യത. കുന്നംകുളം കാണിയാമ്പാലിൽ കുളത്തിൽ വീണ യുവാവ് മരിച്ചു. പെരിങ്ങോട് പാലിക്കപ്പറമ്പിൽ വീട്ടിൽ അനീഷാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകളിലെ നിയന്ത്രണങ്ങൾ നീക്കി മോട്ടോർ വാഹന വകുപ്പ് പുതിയ സർക്കുലർ പുറപ്പെടുവിച്ചു. ടെസ്റ്റുകളിലെ കാലതാമസത്തെ തുടർന്നുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അടുത്ത 3 മാസത്തേക്ക് ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തും. പ്രതിദിന സ്ലോട്ടുകളുടെ എണ്ണം 50 ഉയർത്താനും തീരുമാനിച്ചു. ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റുകളും 3 മാസത്തേക്ക് ആഴ്ചയിൽ 5 ദിവസം നടത്തും. ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാനും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തൃശൂരിലെ പ്രോട്ടീൻ പൗഡർ വിൽപ്പന കേന്ദ്രത്തിൽ ലഹരി കച്ചവടം പിടികൂടിയ കേസിലെ മുഖ്യപ്രതി വിഷ്ണു പ്രദീപിനെതിരെ പിറ്റ് ആക്ട് ചുമത്താൻ പോലീസ്. 1/2 കിലോയിൽ താഴെ കഞ്ചാവ് വിൽപ്പന നടത്തി സ്ഥിരമായി ജാമ്യത്തിലിറങ്ങി കച്ചവടം തുടരുന്നതായിരുന്നു വിഷ്ണുവിന്റെ രീതി. ഇത് തടയാനാണ് പിറ്റ് ആക്ട് ചുമത്തുന്നത്. വിഷ്ണു സ്ഥിരം ലഹരിക്കടത്ത് കേസ് പ്രതിയെന്ന് പോലീസ് വ്യക്തമാക്കി. ഇന്നലെയാണ് കൊറിയർ സർവീസ് വഴി ലഹരി അയച്ചു നൽകുന്നതിനിടെ വിഷ്ണുവും കൂട്ടാളിയും പിടിയിലായത്. രാജ്യം ഇന്ന് കാർഗിൽ യുദ്ധവിജയത്തിന്റെ 27ാം വാർഷികം ആഘോഷിക്കുന്നു. അയ്യന്തോൾ അമർ ജവാൻ സ്ക്വയറിൽ ധീരജവാന്മാരുടെ സ്മരണയിൽ പുഷ്പാർച്ചന നടന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. കുറ്റിപ്പുറത്ത് ബസ് ഡിവൈഡറിലിടിച്ച് തല കീഴായി മറിഞ്ഞു. അപകടത്തിൽ ഒരാൾ മരിച്ചു. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. 20 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ഡിഫൻഡർ എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് ഡിവൈഡറിലിടിച്ച് കാറിന് മുകളിലേക്ക് തല കീഴായി മറിയുകയായിരുന്നു. അപകടത്തിന്റെ ആഘാതത്തിൽ ബസിന്റെ നടുഭാഗം 2ആയി പിളർന്നു. അപകട സമയത്ത് നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. അമിത വേഗതയാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ബസ് വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. പരിക്കേറ്റവരെ വളാഞ്ചേരി, കോട്ടയ്ക്കൽ എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ മലപ്പുറം സ്വദേശി ഷബീർ, കണ്ടക്ടർ തൃശൂർ സ്വദേശി വിമോദ് എന്നിവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇരുവരുടെയും നില ഗുരുതരമാണ്. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് ചായക്കട ഉടമയെയും വയോധികനെയും മർദ്ദിച്ച സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. മൂർക്കനാട് സ്വദേശി അച്ചു, കരുവന്നൂർ സ്വദേശി ഇവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലുള്ള ചായക്കടയിൽ ഇരിക്കുകയായിരുന്ന കളപ്പുരയ്ക്കൽ വീട്ടിൽ രാജനെയാണ് പ്രതികൾ മർദ്ദിച്ചത്. സിഗരറ്റ് ചോദിച്ചെത്തിയ യുവാക്കളോട് സിഗരറ്റ് ഇല്ല എന്ന് പറഞ്ഞതാണ് കട ഉടമയെയും രാജനെയും മർദ്ദിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. മഴക്കുറവ് മൂലം കാർഷിക മേഖലയ്ക്ക് വൻ തിരിച്ചടി. ഓണവിപണിയിൽ പച്ചക്കറി വില ഉയരാൻ സാധ്യത. കാലവർഷത്തെയും ഞാറ്റുവേലകളെയും ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന കർഷകർക്കാണ് മഴയില്ലാത്തതിനാൽ വൻ തിരിച്ചടി നേരിട്ടത്. കൃത്യമായ സമയങ്ങളിൽ മഴ ലഭിക്കാത്തതിനാൽ വളപ്രയോഗം
രോഗങ്ങൾ അവതാളത്തിലായി. ഓണവിപണിയെ ലക്ഷ്യമാക്കി പച്ചക്കറി കൃഷി ചെയ്യുന്ന സാധാരണക്കാരായ കർഷകർ ഇതോടെ ദുരിതത്തിലാണ്. പയർ, വെണ്ട, പാവൽ, പടവലം, വഴുതന തുടങ്ങിയ ഹ്രസ്വകാല വിളകളെയാണ് പ്രതിസന്ധി കൂടുതൽ ബാധിച്ചത്. തൈനട്ട് 45 ദിവസത്തിനുള്ളിൽ വിളവ് ലഭിക്കുന്നവയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ വളപ്രയോഗം അത്യാവശ്യമാണ്. മഴയുടെ ലഭ്യതക്കുറവ് മൂലം കാടുകയറിയ അവസ്ഥയിലാണ് പല പച്ചക്കറി തോട്ടങ്ങളും. ചേലക്കര, പഴയന്നൂർ, കൊണ്ടാഴി, എളനാട്, തിരുവില്ലോമല തുടങ്ങി നിരവധി സ്ഥലങ്ങളിലെ സാധാരണക്കാരായ കർഷകർക്ക് ഭീമമായ നഷ്ടമാണ് സംഭവിച്ചത്. TCV ന്യൂസ്, ചേലക്കര. കുന്നംകുളം കാണിയാമ്പാലിൽ കുളത്തിൽ വീണ യുവാവ് മരിച്ചു. പെരിങ്ങോട് പാലിക്കപ്പറമ്പിൽ വീട്ടിൽ 41 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. അനീഷിനെ രാവിലെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ തിരച്ചിലിൽ കാണിയംകുളത്തിനു സമീപം അദ്ദേഹത്തിന്റെ ചെരുപ്പും തോർത്തുമുണ്ടും കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേന നടത്തിയ തിരച്ചിലിൽ കുളത്തിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തു. അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ വിജയകൃഷ്ണൻ, ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു, ഉദ്യോഗസ്ഥരായ അൻവർ, രഞ്ജിത്ത്, പവിത്രൻ എന്നിവരാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയത്. ചാവക്കാട് ഇരട്ടപ്പുഴ കണ്ണുമൂട് അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ബിസ്മി ഹാളിന്റെ കിഴക്കുവശത്താണ് മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാരാണ് മൃതദേഹം കണ്ടത്. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുരങ്ങ് ശല്യത്തിൽ ദുരിതമനുഭവിക്കുകയാണ് കടങ്ങോട് മണ്ടംപറമ്പ് എളാട്ടുവളപ്പിൽ കൃഷ്ണൻകുട്ടി. കുരങ്ങുകൾ മേൽക്കൂര പൊളിച്ചതിനാൽ വീടിന്റെ ചുമരുകൾ മഴയിൽ നനഞ്ഞ് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. മണ്ടംപറമ്പ് ഉന്നതിയിലെ ഓടുമെഞ്ഞ വീട്ടിലാണ് 64-കാരനായ കൃഷ്ണൻകുട്ടി തനിച്ച് താമസിക്കുന്നത്. വനത്തിൽ നിന്നും കൂട്ടത്തോടെ ഇറങ്ങുന്ന കുരങ്ങുകളാണ് കൃഷ്ണൻകുട്ടിയുടെ ജീവിതം നരകതുല്യമാക്കുന്നത്. 4 വർഷം മുൻപ് തുടങ്ങിയ കുരങ്ങ് ശല്യത്തിന് ഇപ്പോഴും അറുതിയില്ല. കൃഷ്ണൻകുട്ടി പുറത്തിറങ്ങിയാൽ വീടും പറമ്പും കുരങ്ങുകളുടെ വിഹാര കേന്ദ്രമായി മാറും. വീടിന്റെ ഓടുകൾ ഇളക്കി താഴെയിടും. അകത്ത് കയറി വസ്ത്രങ്ങളും സാധന സാമഗ്രികളും ഭക്ഷ്യവസ്തുക്കളും നശിപ്പിക്കും. ഇത് കൃഷ്ണൻകുട്ടിയുടെ മാത്രം അവസ്ഥയല്ല. ഉന്നതിയിലെ പല വീടുകളിലും കുരങ്ങുകളുടെ ആക്രമണം പതിവായിരുന്നു. സർക്കാർ ആനുകൂല്യത്തിലും വായ്പയെടുത്തും വീട് വാർത്താണ് ഭൂരിഭാഗം കുടുംബങ്ങളും കുരങ്ങ് ശല്യത്തിൽ നിന്നും രക്ഷ നേടിയത്. ഇതിന് കഴിയാത്ത ചില കുടുംബങ്ങൾ താമസം മാറി. കൃഷ്ണൻകുട്ടിക്ക് ബന്ധുക്കളില്ലാത്തതിനാൽ വീട് ഉപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. വീടിന്റെ മോളിൽ കയറി കളിക്കലും വീട് ബന്ധിച്ച് വീട്ടിന്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ഭക്ഷണ സാധനങ്ങൾ അവർ തിന്നുപോക്കും. അരി സാധനങ്ങളെല്ലാം അടിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് തിന്നിട്ടും അകത്ത് നിറയെ തോറ് പാക്കിയിട്ടും എല്ലാം നശിപ്പിച്ച് പോകുകയാണ് സാധാരണ പതിവ്. ഇവിടെ പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടിയിട്ടും തരാത്ത കാരണമാണ് ചില കുരങ്ങന്മാർ ശല്യം കൊണ്ടും എനിക്കിവിടെ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. മേൽക്കൂര തകർന്ന വീട് താമസയോഗ്യമല്ലാതായി. ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കാൻ അർഹതയുണ്ടെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുടെ നൂലാമാലയിൽ ആനുകൂല്യം തടസ്സപ്പെട്ടിരിക്കുകയാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് AIYF, AISF പ്രവർത്തകർ മണ്ണുത്തിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം സനിൽ വാണിയമ്പാറ അധ്യക്ഷനായി. PS അഖിൽ, റഫീഖ് അറക്കൽ, K അർജുൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മറ്റത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കോടാലിയിൽ പ്രകടനം നടത്തി. കവി ജോയ് വടക്കുംപാടൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. TM ചന്ദ്രൻ, പ്രവീൺ M കുമാർ, ലിൻഡോ പള്ളിപ്പറമ്പൻ, ഷാഫി കല്ലൂപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് കാണാൻ കഴിയും. ഞാൻ കണ്ടു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് AIYF ചാലക്കുടി മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം സാഹിത്യകാരൻ ഡോക്ടർ വത്സലൻ വാതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. AIYF ചാലക്കുടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷിനു പണിക്കുവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV വിവേക്, മണ്ഡലം സെക്രട്ടറി MD പ്രവീൺ, CPI നേതാക്കളായ മധു തുപ്രത്ത്, VM ടെൻസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഡൽഹി ജന്തർ മന്ദർ സമര പോരാട്ടത്തിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് KCYM തൃശൂർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ നഗരത്തിൽ റാലി സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അതിരൂപത പ്രസിഡന്റ് ഷിനോ സൈമൺ, KCYM ജനറൽ സെക്രട്ടറി MJ അസിൻ, അതിരൂപത ഡയറക്ടർ ഫാദർ അജിത് കൊള്ളന്നൂർ, വൈസ് പ്രസിഡന്റുമാരായ ഡെന്ന ജോസഫ്, ജോയൽ ജോഷി തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്യായമായ വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ CPM ചാവക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം മാലിക്കുളം അബ്ബാസ് അധ്യക്ഷനായി. PS അശോകൻ, KC സുനിൽ, TM ബാബുരാജ്, CG സതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
പാരിസ് റോഡ് ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ചൊവ്വന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. DCC സെക്രട്ടറി വി വേണുഗോപാൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ KK അഷ്റഫ് ഹാജി, KH ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. ജൂലൈ 28-ന് നിശ്ചയിച്ചിരുന്ന ഗുരുവായൂർ കൌസ്തുഭം റെസ്റ്റ് ഹൌസിന്റെ ഉദ്ഘാടനം മാറ്റിവെച്ചു. ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്ന ദേവസ്വം മന്ത്രിക്ക് അടിയന്തരമായി ഡൽഹിയിൽ എത്തിച്ചേരേണ്ട സാഹചര്യത്തിലാണ് പരിപാടി മാറ്റിയത്. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് പറഞ്ഞു. നവമണലൂർ കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ ഭാഗമായി CPM തൈക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു. CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ ജാബിറ ഷിഹാസ് അധ്യക്ഷത വഹിച്ചു. CJ ബേബി, TE ജെയിംസ് എന്നിവർ സംസാരിച്ചു. ഓഗസ്റ്റ് 2-നാണ് കാർബൺ ന്യൂട്രൽ മണലൂർ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും അധ്യാപികയുമായ മന്ത്രി KA തുളസിയെ കോളേജ് മാനേജ്മെന്റും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും ചേർന്ന് ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് ടെസി വർഗീസ് മന്ത്രിയെ പൊന്നാടയണിയിച്ചു. പൂർവ്വ വിദ്യാർത്ഥിനി ടിനു പോൾ ആലപ്പാട്ട് ഉപഹാരം സമ്മാനിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലസി, ചരിത്ര വിഭാഗ മേധാവി ഡോക്ടർ ജോസ് കുര്യാക്കോസ്, മുൻ മേധാവി ഡോക്ടർ സിസ്റ്റർ രശ്മി എന്നിവർ സംസാരിച്ചു. വളരെയധികം സന്തോഷമുള്ള ഒരു പരിപാടിയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമിന് ഞാൻ ഈ കോളേജിൽ വന്നിരുന്നു. അന്ന് എൻ്റെ വാർഡനായിരുന്ന സിസ്റ്റർ ക്രോസ്ദാസിന് ഉൾപ്പെടെയുള്ള സിസ്റ്റേഴ്സിനെ തൃശൂർ കോർപ്പറേഷൻ തിരുവമ്പാടി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് M രേഷ്മ മേനോൻ ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ PRM രവി അധ്യക്ഷത വഹിച്ചു. ഔഷധി പഞ്ചകർമ്മ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KS രജിതൻ മുഖ്യപ്രഭാഷണം നടത്തി. AIYF കയ്പമംഗലം മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിച്ച് കുട്ടികളുടെ ബാനർ ചിത്രരചന സംഘടിപ്പിച്ചു. കമ്പനിക്കടവിൽ നടന്ന ചടങ്ങിൽ മുൻ MLA ET ടൈസൺ ഉദ്ഘാടനം നിർവഹിച്ചു. ബാലവേദി മേഖലാ സെക്രട്ടറി വൈഷ്ണവി അധ്യക്ഷത വഹിച്ചു. AIYF മണ്ഡലം സെക്രട്ടറി ഷിഹാബ് കാവുങ്ങൽ മുഖ്യാതിഥിയായി. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം MD സുരേഷ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് കില്ലാടി, പ്രസാദ്, സതീശൻ എന്നിവർ സംസാരിച്ചു. SN പുരം മഹാത്മാ യുവജനവേദിയുടെ ആഭിമുഖ്യത്തിൽ ഭരണഘടനാ സംരക്ഷണ സദസ്സ് നടന്നു. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. KA മാനവേന്ദ്രൻ അധ്യക്ഷനായി. എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ KA സിറാജ്, നേതാക്കളായ PK ഷംസുദ്ദീൻ, സുനിൽ P മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. കൂരിക്കുഴി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സംഗമവും റാലിയും സംഘടിപ്പിച്ചു. 18 മുറി സിറാജുൽ ഹുദ മദ്രസ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി കൂരിക്കുഴി ജുമാ മസ്ജിദ് അങ്കണത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ലഹരി വിരുദ്ധ സംഗമം KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് സിറാജുദ്ദീൻ സഖാഫി അധ്യക്ഷനായി. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. മുൻ MP TN പ്രതാപൻ, മുൻ MLA ET ടൈസൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്രിയ, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് എന്നിവർ സംസാരിച്ചു. ഇടവേള. French Dairy Pistachio Kunafa Bar. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തകൾ തുടരുന്നു. ജയൻ ഫാൻസ് ഇന്റർനാഷണൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ജയൻ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരങ്ങളായ TG രവി, ജയരാജ് വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. എന്നതാണ് ഒരുപാട് ഐക്യമുള്ളത്.
ആ സിനിമയിൽ എനിക്ക് പുതിയ ആൾക്കാരെ എടുക്കുവാറില്ല. മല്ലിക, സുകുമാരൻ, അങ്ങനെ ആകുന്നത് എന്ന് പറയാൻ വയ്യ. പക്ഷെ ഒരാളും തിരിച്ചറിഞ്ഞില്ല. അതാണ് മോഹമുദിക്കുന്നവെന്നാണ് ജി അരവിന്ദൻ സിനിമയിൽ കൂടെയാണ് എനിക്ക്. ചന്ദ്രാപ്പന്നെ ശ്രീ കണ്ണനാംകുളം മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ചുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം നടന്നു. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ദേവസ്വം ഓഫീസർ ടി സുരേഷ് കുമാർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പുഷ്കരൻ, സെക്രട്ടറി മുരാരി വെളമ്പത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. എളവള്ളി പഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി മഴക്കാല പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ യു സരിത ഉദ്ഘാടനം നിർവഹിച്ചു. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചിത്ര രതീഷ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ NB ജയ, ഫാൻസി സുബിരാജ്, തുളസി രാമചന്ദ്രൻ, കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ പ്രധാന അധ്യാപകൻ സജീന്ദ്രമോഹനൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ എൽത്തുരത്ത് ശ്രീകുമാര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. ശാന്തിമാരായ ബിജു നാരായണൻകുട്ടി, അനിരുദ്ധൻ, കുമരേശൻ, മഹേഷ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശ്രീവിദ്യാപ്രകാശിനി സഭ പ്രസിഡന്റ് പ്രൊഫസർ CG ചെന്താമരാക്ഷൻ, സെക്രട്ടറി PP ജ്യോതിർമയൻ, ഖജാൻജി IL ബൈജു, VS ജിബി എന്നിവർ നേതൃത്വം നൽകി. കനകമല കത്തോലിക്ക കോൺഗ്രസും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൌജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഷോജൻ D വിധേയത്തിൽ അധ്യക്ഷത വഹിച്ചു. തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട്, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി, വാർഡ് മെമ്പർമാരായ ദിവ്യ ഷിജു, ലിൻഡോ, കൈക്കാരൻ ജോർജ് പന്തല്ലുകാരൻ എന്നിവരും സംസാരിച്ചു. കടമ്പോട് വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണം സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വയോജന ക്ലബ് പ്രസിഡന്റ് പിയൂസ് സിറിയക് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മിനി, വാർഡ് മെമ്പർ PS അംബുജാക്ഷൻ, വയോജന ക്ലബ് സെക്രട്ടറി TD ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ആളൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. കല്ലേറ്റുംകര കുടുംബശ്രീ ഹാളിൽ നടന്ന വിജയോത്സവം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. തോമസ് ഉണ്ണിയാടൻ MLA, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC ഷൺമുഖൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കാവ്യ രഞ്ജിത്ത്, മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടപ്പാക്കിയ ശാക്തീകരണ പരിപാടികളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടതെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. 30 വർഷം പിന്നിടുന്ന ജനകീയാസൂത്രണത്തിന്റെ അനുഭവങ്ങളാണ് കേരളത്തിന്റെ വികസന മാതൃകയ്ക്ക് കരുത്തായതെന്ന് അദ്ദേഹം പറഞ്ഞു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ജനകീയാസൂത്രണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തോമസ് ഐസക്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. മുൻ MLAമാരായ പ്രൊഫസർ KU അരുണൻ, ET ടൈസൺ, ബ്ലോക്ക് കോർഡിനേറ്റർമാരായ CA നസീർ, KM ബേബി, TC വേണുഗോപാൽ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലഹരിക്കെതിരെയുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി ദൃശ്യ ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അഖില കേരള ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന മത്സരം ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ദൃശ്യ പ്രസിഡന്റ് KK ഗോവിന്ദദാസ് അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഏരിയ കമ്മിറ്റി അംഗം R ജയകുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രതി ജനാർദ്ദനൻ, സായി സഞ്ജീവിനി ട്രസ്റ്റ് ചെയർമാൻ മൌനയോഗി, ഡോക്ടർ A ഹരിനാരായണൻ, മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ GK പ്രകാശൻ, ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ VK സന്തോഷ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കുന്നംകുളത്ത് ബാലസംഘം പ്രവർത്തകർ പ്രകടനം നടത്തി. ബാലസംഘം ഏരിയ പ്രസിഡന്റ് KV ആദിത്യൻ, സെക്രട്ടറി ഭാഗ്യ, കോർഡിനേറ്റർ ഷബീർ എന്നിവർ നേതൃത്വം നൽകി. ഇനി വാണിജ്യം. ഒരു
പതിറ്റാണ്ടിലേറെയുള്ള പ്രവർത്തന പാരമ്പര്യവുമായി തലശ്ശേരി കേന്ദ്രമാക്കി പ്രവർത്തിച്ചുവരുന്ന PKS കിച്ചൺ തലശ്ശേരി റെസ്റ്റോറന്റിന്റെ തൃശൂർ ശാഖയിൽ ഇനി ബുഫേ ബ്രേക്ക്ഫാസ്റ്റും. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ KSRTC ഡിപ്പോയ്ക്ക് സമീപം ആലിയ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കിച്ചൺ തലശ്ശേരി റെസ്റ്റോറന്റിൽ 4 തരം ബ്രെഡുകൾ, വെജ് ആൻഡ് നോൺ വെജ് കറികൾ, ജ്യൂസ്, ടീ ആൻഡ് കോഫി ഉൾപ്പെടുന്ന ഒരു ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് വെറും 199 രൂപയ്ക്കാണ് ഭക്ഷ്യപ്രേമികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. എല്ലാ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും രാവിലെ 7:30 മുതൽ 11 വരെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ലഭ്യമാകും. കൂടാതെ തലശ്ശേരിയുടെ സ്പെഷ്യൽ രുചി വൈവിധ്യങ്ങളായ മന്തി, ബിരിയാണി, അൽഫാം, ചൈനീസ്, അറബിക് സ്പെഷ്യൽ, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ തുടങ്ങിയവ ഭക്ഷണപ്രിയർക്ക് തൃശൂരിലെ കിച്ചൺ തലശ്ശേരിയിൽ നിന്ന് ആസ്വദിക്കാം. ഇതിനു പുറമെ ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ, ബർത്ത്ഡേ സെലിബ്രേഷൻസ്, മറ്റ് ഇവന്റ്സ് തുടങ്ങിയവ നടത്താനുള്ള 70 സീറ്റിംഗ് കപ്പാസിറ്റിയോടെയുള്ള നവീന രീതിയിലുള്ള പാർട്ടി ഹാൾ ഇവിടെ വിപുലമായ പാർക്കിംഗ് സൗകര്യത്തോടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഓർഡർ ബുക്കിംഗിനും മറ്റു വിവരങ്ങൾക്കും ബന്ധപ്പെടേണ്ട നമ്പർ 7204474694. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Gold and Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,285 രൂപ, പവന് 1,06,280 രൂപ. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Gold and Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകളിലെ നിയന്ത്രണങ്ങൾ നീക്കി 5 പ്രവൃത്തി ദിവസങ്ങളിലും ടെസ്റ്റുകൾ നടത്തും. പ്രതിദിന സ്ലോട്ടുകളുടെ എണ്ണം 50 ഉയർത്താനും തീരുമാനം. ക്രമീകരണം 3 മാസത്തേക്ക്. തൃശൂരിലെ പ്രോട്ടീൻ പൗഡർ വിൽപ്പന കേന്ദ്രത്തിൽ ലഹരി കച്ചവടം പിടികൂടിയ കേസിൽ തുടർ നടപടികൾ കടുപ്പിച്ചു പോലീസ്. മുഖ്യപ്രതി വിഷ്ണു പ്രദീപിനെതിരെ പിറ്റ് ആക്ട് ചുമത്തും. ലഹരി കേസുകളിൽ സ്ഥിരമായി ജാമ്യത്തിലിറങ്ങി കച്ചവടം തുടരുന്നതാണ് വിഷ്ണുവിന്റെ രീതിയെന്ന് പോലീസ്. കാർഗിൽ യുദ്ധവിജയത്തിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിലും വിപുലമായ പരിപാടികൾ. അയ്യന്തോൾ അമർ ജവാൻ സ്ക്വയറിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. കുറ്റിപ്പുറത്ത് ബസ് ഡിവൈഡർ ഇടിച്ച് തല കീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചു, 20 പേർക്ക് പരിക്ക്, 3 പേരുടെ നില ഗുരുതരം. അപകടത്തിൽപ്പെട്ടത് തൃശൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് ചായക്കട ഉടമയെയും വയോധികനെയും മർദ്ദിച്ച സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. പിടിയിലായത് മൂർക്കനാട് സ്വദേശി അച്ചു, കരുവന്നൂർ സ്വദേശി ഐവൻ ആന്റണി എന്നിവർ. എളനാട് ചേലക്കര മേഖലയിലെ കർഷകർക്ക് തിരിച്ചടിയായി മഴക്കുറവ്. ഓണവിപണിയിൽ പച്ചക്കറി വില ഉയരാൻ സാധ്യത. കുന്നംകുളം കാണിയാമ്പാലിൽ കുളത്തിൽ വീട് യുവാവ് മരിച്ചു. പെരിങ്ങോട് പാലയ്ക്കപ്പറമ്പിൽ വീട്ടിൽ അനീഷാണ് മരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.